തൊണ്ണൂറുകളിൽ സിനിമാ പ്രേക്ഷകരുടെ മനം കവർന്ന് ബ്ലോക്ക് ബസ്റ്ററായി മാറിയ സിനിമയാണ് റംഗീല. രാം ഗോപാൽ വർമ്മ എന്ന ജനപ്രിയ സംവിധായകന്റെ കിരീടത്തിലെ പൊൻതൂവലായി മാറിയ കൾട്ട് ക്ലാസിക് ആണ് ഈ ആമിർ ഖാൻ ചിത്രം. 30 വർഷം കഴിഞ്ഞിരിക്കുന്നു റംഗീല എന്ന സിനിമ പ്രേക്ഷകരുടെ ആവേശമായി മാറിയിട്ട്. ഇന്നും റംഗീല എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നവയാണ് AR റഹ്മാന്റെ സംഗീതവും ഊർമിള മതോഡ്കർ എന്ന നടിയുടെ ചടുല നൃത്ത ചുവടുകളുമൊക്കെ. ആമിർ ഖാൻ, ജാക്കി ശ്രോഫ് എന്നീ മുൻനിര ബോളിവുഡ് താരങ്ങളുടെ ഒന്നാം തരം പ്രകടനവും കൂടിയായപ്പോൾ ഹിന്ദി സിനിമാ പ്രേക്ഷകർക്ക് റംഗീല നൽകിയത് അവിസ്മരണീയമായ നിമിഷങ്ങളാണ്. ഒരിക്കൽ കണ്ടവർ വീണ്ടും വീണ്ടും കാണാൻ തിയേറ്ററുകളിലേക്ക് തള്ളിക്കയറാൻ പ്രേരിപ്പിച്ച വമ്പൻ ഹിറ്റായിരുന്നു റംഗീല. എന്നാൽ പുതുതലമുറയിലെ സിനിമാ പ്രേക്ഷകർ മിസ്സാക്കിയ ചിത്രമായി റംഗീല. അങ്ങനെയൊരു കുറവ് പരിഹരിക്കാനായി റംഗീല വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. റീ റിലീസുകളുടെ കാലമാണിത്. അത്തരമൊരു ട്രെൻഡിന്റെ ചുവട് പിടിച്ച് റംഗീല വീണ്ടും എത്തുമ്പോൾ ആ ചിത്രം ഇതുവരെ കാണാത്തവർക്കും ഒപ്പം പലവട്ടം കണ്ടവർക്കും ഒരുപോലെ ആഹ്ലാദത്തിന് വക നൽകുകയാണ്. 1995 ചിത്രം റിലീസായത്. റിലീസായി 30 വർഷത്തിന് ശേഷവും ആരാധകരുടെ ഹൃദയത്തിൽ ഒരു വികാരമായി തന്നെ റംഗീല തുടരുന്നുണ്ട് എന്നാണ് റീ റിലീസ് വാർത്ത പുറത്തു വരുമ്പോൾ ഉണ്ടായിരിക്കുന്ന ആവേശം സൂചിപ്പിക്കുന്നത്. സിനിമയുടെ പുതിയ 4K HD വേർഷൻ നവംബർ 28 പ്രേക്ഷകരുടെ മുമ്പിലെത്തും. സംഗീത ലോകത്ത് തന്റേതായ സുവർണമുദ്ര പതിപ്പിച്ച AR റഹ്മാന്റെ ബോളിവുഡ് അരങ്ങേറ്റം കൂടിയായിരുന്നു റംഗീല. ആ കാലത്ത് റഹ്മാൻ സംഗീതം ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമായിരുന്നില്ല. ചിത്രത്തിലെ തൻഹ തൻഹ എന്ന ഗാനം പല വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ടെങ്കിലും സംഗീത പ്രേമികൾ നെഞ്ചേറ്റിയ സംഗീതമാണത്. അതുപോലെ തന്നെ ഹൈറാമ എന്ന് തുടങ്ങുന്ന ഗാനവും വലിയ ഹിറ്റായിരുന്നു. സംഗീതത്തിന് വളരെ പ്രാധാന്യം നൽകി ഒരുക്കിയ ഒരു സിനിമയാണ് റംഗീല. ഈ റീ റിലീസോടെ സിനിമ പുതിയ തലമുറയിലെ സിനിമാ പ്രേമികളിലേക്കും എത്തിക്കാമെന്ന് നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നു. അഭിനേത്രിയാകാൻ ആഗ്രഹിച്ചു നടക്കുന്ന മിലി എന്ന യുവതിക്ക് രാജ് കമൽ എന്ന പ്രശസ്ത നടൻ മുഖാന്തരം സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നു. അവളുടെ ബാല്യകാല സുഹൃത്തായ മുന്നയും രാജ് കമലും അവളെ പ്രണയിക്കാൻ തുടങ്ങുന്നു. സാധാരണ ശൈലിയിൽ ആരംഭിക്കുന്ന കഥ വളരെ വ്യത്യസ്തമായ രീതിയിൽ രാം ഗോപാൽ വർമ്മ അവതരിപ്പിച്ചപ്പോൾ സിനിമയ്ക്ക് നൽകിയ സ്വീകാര്യത വേറെ തന്നെയാണ്. സ്ഥിരം ചട്ടക്കൂടുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന സൃഷ്ടികളാണ് ഏറ്റവും അവിസ്മരണീയമാകുന്നത് എന്ന് അതിന്റെ വിജയം തെളിയിച്ചു എന്ന് സംവിധായകൻ രാം ഗോപാൽ വർമ്മ പറയുകയുണ്ടായി. 1995 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് കൈനിറയെ അവാർഡുകൾ ലഭിച്ചിരുന്നു. 7 ഫിലിം ഫെയർ അവാർഡുകൾ, ജാക്കി ശ്രോഫിന് മികച്ച സഹനടനുള്ള അവാർഡ്, റഹ്മാന് മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം, ആശ ഭോസ്ലേക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ലഭിച്ച സിനിമയായി റംഗീല. സിനിമയുടെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് അൾട്രാ മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് ആണ് സിനിമ റീ റിലീസിന് ഒരുക്കുന്നത്. പലർക്കും ബോളിവുഡിന്റെ സുവർണ കാലഘട്ടത്തിലേക്കുള്ള ഒരു അവിസ്മരണീയ യാത്രയാണ് റംഗീല. അൾട്രാ മീഡിയയിലൂടെ ഈ ഐക്കോണിക് ക്ലാസിക് സിനിമയെ പുതിയ തലമുറയിലെ പ്രേക്ഷകരിലേക്ക് കൂടി എത്തിക്കാനുള്ള ശ്രമമായി കാണാം. സിനിമയിലെ പ്രധാന താരങ്ങളെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട്. റംഗീല എന്ന ചിത്രത്തിനു ശേഷം ഊർമിള ബോളിവുഡിൽ തന്റേതായ ഒരു കയ്യൊപ്പ് ചാർത്തുകയായിരുന്നു. ആമിർ ഖാനും ജാക്കി ശ്രോഫും ഒട്ടനവധി പ്രോജക്റ്റുകളുടെ ഭാഗമാവുകയും ചെയ്തു. റഹ്മാനെ സ്വന്തമെന്നു കരുതി തങ്ങളിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്തു ബോളിവുഡ് മുൻനിര നിർമ്മാതാക്കളും സംവിധായകരും. ഒരു കാലത്തെ പ്രേക്ഷകരുടെ വികാരമായിരുന്ന സിനിമ പുതിയ തലമുറയിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴത്തെ സിനിമ ആരാധകരും ആഹ്ലാദത്തോടെ സ്വീകരിക്കും എന്ന് തന്നെ കരുതാം.